ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് അല്ലേ? എന്റെ ഹെൽമെറ്റ് കണ്ടുപിടിക്കും. നോയിസ് ക്യാൻസലേഷൻ ഹെൽമെറ്റ്. ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് എന്താ ബർത്ത്ഡേ ആയിട്ട്? രാത്രി പിസ ഉണ്ട്, ഉച്ചക്ക് പോങ്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള കടയാണ് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഫലൂഡ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല, രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അയ്യോ സോറി, നടന്ന രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നടക്കൊന്നും വേണ്ട. ഇപ്പൊ നമ്മള് പോങ്കോയിലെത്തിയല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? ഓക്കെ, നമ്മളെ ഫേവറേറ്റ് സാധനങ്ങൾ അതല്ലോ അല്ലേ? കിട്ടുന്നില്ലല്ലോ. അവിടെ വീഴുന്നുണ്ടാവും. ഇത് ഈ ചോക്ലേറ്റ്. അപ്പൊ നമ്മള് പോങ്കോന്നൊക്കെ ഇറങ്ങി അല്ലേ? പോങ്കോൽ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ? ചോക്കോ ഫഡ്ജ് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് മുമ്പ് വന്നപ്പോഴത്തേനും പണ്ടൊക്കെ നമ്മൾ കഴിക്കുമ്പം വലിയൊരു ബൗളിലായിരുന്നു, മറ്റേ ബനാന ബൗൾ പോലത്തെ ഒരു വലിയ ബൗളില്ലേ, അതിനകത്ത് നിറച്ചും കിട്ടും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേനും ചെറിയ കുഞ്ഞ് ബൗളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പം ആളും മാറി, അപ്പം അവരുണ്ടാക്കുന്ന രീതിയും മാറി എന്നാണ് തോന്നുന്നത്. ചോദിച്ചപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞത് ഇപ്പം ചെറിയ ബൗളിലേക്കായി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ പറഞ്ഞില്ലല്ലോ, ഞങ്ങളിവിടെ കായലിൽ വന്നേക്കുവാണ്. നമ്മൾ അന്ന് പോയില്ലേ, കഴിഞ്ഞ വീഡിയോയിലുണ്ട്, കവായി കായൽ. അത് തന്നെയാണ് ഇത്. ഇവിടെ കുറേ പേര് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്, കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഈ കണ്ണിലുള്ള ഈ കുരുവില്ല, അത് വന്നിട്ടൊരു 2 ആഴ്ചയായി. സാധാ നമ്മളെ പൊളക്കൊരു പോലെ വന്നതാണ്. പക്ഷെ ഞാൻ ചൂടൊന്നും വെക്കാത്തതുകൊണ്ട് അത് കുറച്ചുകൂടെ ഇങ്ങനെ ആദ്യം നല്ലപോലെ കല്ലിച്ച് വന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ ഒരു തുള്ളിമരുന്നും പിന്നെ ഒരു ഓയിൻമെൻറ്റും കൂടെ തന്ന്, എന്നിട്ട് മാറിയില്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം അതൊക്കെ പുരട്ടിയിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറിയില്ല. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചപ്പോഴത്തേനും ഇത് കീറണം എന്ന് പറഞ്ഞു. ചെറിയൊരു പഴുപ്പ് പോലത്തെ ഒരു സാധനം ഉള്ളിലുണ്ട് പറഞ്ഞു, ഒന്ന് കീറണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ കണ്ണിൻ്റെ ഡോക്ടർ കാഴ്ച പരിശോധന മാത്രമേ ഇന്നലെ ഉണ്ടായിട്ടുള്ളൂ, ഈ കീറുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം തിങ്കളാഴ്ച പോകണം ഇനി. അപ്പം നമ്മൾ പിന്നെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് താടിയൊക്കെ വടിച്ചു, തലയൊക്കെ കാണിച്ച മുടി മുറിച്ചത് കണ്ട, നല്ല ട്രിമ്മൊക്കെ ചെയ്തിട്ട് വന്നു അല്ലേ? ഇതാണ് കേട്ടോ നമ്മളെ ഈ കായലിൻ്റെ. ഇത് INA ജെട്ടിയാണ്, നമ്മുടെ നേവീൻ്റെ ജെട്ടിയാണ്. അപ്പം ഇതാണ് ഫുൾ വ്യൂ. എന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അപ്പുറം ബീച്ചാണ്. പിന്നെതാ ഗാർഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. ആ ഫുൾ ഏരിയ കാണുന്നത് ഫുള്ള് നേവൽ അക്കാദമിയാണ്. എന്നാ നോക്കുന്നത്? കുഞ്ഞൂട്ടൻ്റെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഫെക്ഷൻ പോലെ ഈ താടിയുടെ ഇവിടേക്ക്. അപ്പോഴാണ് അവിടെ ഒരു വെള്ള പാണ്ട് പിടിച്ച പോലെ ആയത്. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ചു നേരമൊക്കെ നിന്നു.
ഇവിടെ കുറേ പേരുണ്ട്. വൈകുന്നേരം ആയാലും കുറേ പേര് വരും. പിന്നെ ഇന്ന് ലീവ്, ഇന്ന് ശനിയാഴ്ചയാണ്, ലീവുള്ള ദിവസമായതുകൊണ്ട് കുറച്ചും കൂടി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കാറ് പയ്യന്നൂരാന്നുള്ളത്. അപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. വീഡിയോ ആക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ബർത്ത്ഡേക്കായി പുറത്തൊക്കെ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.